പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്കായുള്ള ക്ലാസ്സുകളാണ് നൽകി വരുന്നത്. അടുത്ത പാർട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേരിയസ് പല ഫിനാൻസ് ഫാക്ടേഴ്സിൻ്റെ അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുക. അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ കോമ്പോണൻ്റ് പാർട്ട് എടുത്ത് എന്ത് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ പൊസിഷൻ എന്താണെന്നും പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടും. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് അവൈലബിൾ ആണ്. ആ വരുന്ന ടൂൾസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ബ്രേക്ക് ഈവൺ അനാലിസിസ്. ഇത്രയുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. അപ്പോൾ നമുക്കിനി ഓരോ ടൂൾസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൂള് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിലെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫിഗേഴ്സ് അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വർഷത്തെ ഫിഗേഴ്സ് അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരു 2 or more ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതിൻ്റെ അനാലിസിസ് നടത്തുന്നതിനെയാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആവുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ 2010, 2011 അങ്ങനെ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് ആ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ രണ്ടും കമ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, കമ്പാരിസന് വേണ്ടിയിട്ടാണ്, ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ 2010, 2011 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തമ്മിൽ കമ്പയർ ചെയ്യും. 2010 വെച്ച് നോക്കുമ്പോൾ 2011 എത്ര മാറ്റം വന്നിട്ടുണ്ട് ഓരോ ഐറ്റത്തിലും. ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ ആ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസിലും ഒക്കെ എന്തോരം മാറ്റം വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവുമ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻകവും എക്സ്പെൻസുകളും എഴുതി അതും എന്ത് ചെയ്യാണ്, നമ്മൾ എത്ര മാറ്റം വന്നിട്ടുണ്ട് ആ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുക. അതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. 2-3 വർഷം എടുത്തിട്ട് അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പോൾ 2010, 2011 ഫിഗേഴ്സാണ് തന്നേക്കണമെങ്കിൽ അത് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ബേസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഏർലിയസ്റ്റ് പീരീഡ് ആയിരിക്കും. ഇപ്പോൾ 2010 ആയിരിക്കും എടുക്കുന്നത്. ഇനി ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഹോറിസോണ്ടൽ അനാലിസിസ് എന്നാണ് പറയണത്. ഹോറിസോണ്ടൽ അനാലിസിസ് ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോമൺ സൈസ് ആ പേരിൽ തന്നെയുണ്ട്, കോമൺ. അതായത് ഇവിടെ ഏതെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസും ഒരു കോമൺ ആയിട്ടുള്ളൊരു ബേസ് എടുക്കും. അത് വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഈച്ച് ഐറ്റം ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെയിം ഇയറിലെ തന്നെ ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു ബേസ് എടുത്ത് അത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വെർട്ടിക്കൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. കോമൺ സൈസും 2 ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആവുമ്പോൾ
നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തെയാണ് എടുക്കണമെങ്കിൽ ആ ഇയറിലെ ഓരോ ഐറ്റംസും നമ്മളവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ വെച്ചിട്ടായിരിക്കും. അത് വെച്ചായിരിക്കും എല്ലാ ഐറ്റത്തിനെയും കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ അവിടെയുള്ള എല്ലാ ഐറ്റത്തിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത് സെയിൽസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്തത്. ആ പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കോമൺ സൈസിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്നും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ ഹോറിസോണ്ടൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവും കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ട്രെൻഡ് അനാലിസിസ് ആണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ടെൻഡൻസിയാണ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇപ്പോൾ ഒരു മോർ ദാൻ 2 ഇയേഴ്സ് വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ട്രെൻഡ് അനാലിസിസിലൂടെ നമുക്ക് പഠിക്കാൻ വന്നത്. ഇപ്പോൾ 2010, 11, 12, 13, 14, 15 അങ്ങനെ ഒരു 5 ഇയേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് നമ്മൾ ഈ ഇത്രയും വരുന്ന വർഷത്തിൽ എത്ര മാറ്റമാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഓരോന്നും ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഏറ്റവും ഏർലിയസ്റ്റ് പീരീഡ്. ഇപ്പോൾ 2010 to 2015 നമുക്ക് ഡേറ്റാസ് തന്നേക്കുന്നതെങ്കിൽ 2010 വച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് മീൻസ് ടെൻഡൻസി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇതാണ് ട്രെൻഡ്. ഇനി വരുന്നതാണ് റേഷ്യോ അനാലിസിസ്. അടുത്ത ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. അപ്പോൾ റേഷ്യോ അനാലിസിസ് തൊട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റേഷ്യോ അനാലിസിസ് എന്താണ്? റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റേഷ്യോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണല്ലോ റേഷ്യോ. അപ്പോൾ റേഷ്യോ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിനാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ പല ടൈപ്സ് ഓഫ് റേഷ്യോസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ആദ്യത്തേത് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ടു മീറ്റ്, ആ ഒരു ക്യാഷ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്ന 3 റേഷ്യോസ് ആണ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്, CA മീൻസ് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതിൽ ഈ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോസിൽ നിന്നാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് ഇക്വേഷൻ വരുന്നത്. അതിൽ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഷോർട്ട് ടേം അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്, ലെസ് ദാൻ 1 ഇയർ വരുന്നത്. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ വരുന്ന ലയബിലിറ്റീസ്. അതായത് കറണ്ട് ലയബിലിറ്റീസ് ഇപ്പോൾ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഒക്കെയാണ് വരുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇതൊക്കെയാണ് വരുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, സ്റ്റോക്ക്, ബിൽ റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, കറണ്ട് അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇതൊക്കെയാണ് കറണ്ട് അസറ്റിൽ വരുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇനി അടുത്തത് ലിക്വിഡ് റേഷ്യോയാണ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ LA ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇനി എന്താണ് ലിക്വിഡ് അസറ്റ്? ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് ഉണ്ടല്ലോ, ഈ കറണ്ട് അസറ്റ്സിൽ വരുന്ന 2 കാര്യങ്ങൾ, അതായത് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും. സ്റ്റോക്കും എടുക്കണ്ട, പ്രീപെയ്ഡ് എക്സ്പെൻസും എടുക്കണ്ട, ബാക്കി വരുന്ന എല്ലാത്തിനെയുമാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന്, ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സിൽ നിന്ന് സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും മാറ്റി നിർത്തുക, അതാണ് ലിക്വിഡ് അസറ്റ്. കാരണം സ്റ്റോക്കും, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസിലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ ഈ സ്റ്റോക്കും പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ലിക്വിഡ് അസറ്റ്സിൽ നമ്മൾ സ്റ്റോക്കും എടുക്കണ്ട, പ്രീപെയ്ഡ് എടുക്കണ്ട, ബാക്കി എല്ലാ കറണ്ട് അസറ്റും ആണ് ലിക്വിഡ് അസറ്റിൽ വരുന്നത്. അപ്പോൾ ലിക്വിഡ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഈ 2 ഇക്വേഷൻസ് ആണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ബൈ കറണ്ട് liability, liquid ratio is equal to liquid asset by current liability.
അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ലിക്വിഡ് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തന്നിട്ട് ഇത് കണ്ടുപിടിക്കുക, ലിക്വിഡ് അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്. ഇതുപോലത്തെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ലിക്വിഡ് റേഷ്യോ 2:1 തന്നിട്ടുണ്ട്. 2:1 നമ്മൾ പറഞ്ഞല്ലോ, റേഷ്യോ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? 1:1. ഇതുപോലെ ഇപ്പോൾ 4:1, 5:1 കണ്ടു, ഇങ്ങനെയാണ് റേഷ്യോ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലിക്വിഡ് റേഷ്യോ 2:1 നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 40,000 തന്നിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി 1 lakh തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാമല്ലേ, കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്ന കറണ്ട് ലയബിലിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ, കറണ്ട് അസറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അതിന് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണോ, തന്നിരിക്കുന്ന റേഷ്യോ എന്താണോ അതിൽ നിന്ന് വേണം നമ്മൾ കണ്ടുപിടിച്ച് വരാൻ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലിക്വിഡ് റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 2:1 ആണ് അല്ലേ. അപ്പോൾ ആദ്യം ലിക്വിഡ് റേഷ്യോ അല്ലേ, LR, ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണല്ലോ. അപ്പോൾ ഇവിടെ 2:1, അതായത് 2:1 എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് അത് ആദ്യം പറഞ്ഞുതരാം. 2:1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അതായത് 2 എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റി ആണ് 1. അതായത് ഒരു കറണ്ട് ലയബിലിറ്റി ഉണ്ടാകുമ്പോൾ അതിൻ്റെ 2 times ആയിരിക്കണം ലിക്വിഡ് അസറ്റ്. അതാണ് 2:1ൻ്റെ മീനിങ്. അപ്പോൾ 2 ലിക്വിഡ് അസറ്റും 1 കറണ്ട് ലയബിലിറ്റി ആണ്. അങ്ങനെ വേണം നമ്മൾ അസ്യൂം ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതനുസരിച്ച് ചെയ്യുമ്പോൾ ലിക്വിഡ് അസറ്റ് നമുക്കറിയാലോ, ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിക്വിഡ് അസറ്റ് എന്താണ്? ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് കിട്ടിയല്ലേ. സോ 2 ബൈ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 1 ആണല്ലേ. കറണ്ട് ലയബിലിറ്റി 1 ഈസ് ഈക്വൽ ടു, ഇതാണ് എന്ത്? ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്. അതായത് നമുക്കറിയാം 2/1 ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ആണ് ഇത്. ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് നമുക്കറിയാം എത്രയാണ്? 1 എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് ലയബിലിറ്റി 1 lakh ആണല്ലേ. സോ 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതാം. കണ്ടോ, ആ റേഷ്യോ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 1 lakh ഇസ് ഈക്വൽ ടു 2 lakh. അതായത് ലിക്വിഡ് അസറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് 2 lakh ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. 2 lakh ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ലിക്വിഡ് അസറ്റ് 2 lakh കിട്ടി. നമുക്ക് വേണ്ടത് ഏതാ? ലിക്വിഡ് അസറ്റ് അല്ല വേണ്ടത്, കറണ്ട് അസറ്റ് ആണ് വേണ്ടത്. ഈ ലിക്വിഡ് അസറ്റ് ഇവിടെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡും അല്ലെങ്കിൽ സ്റ്റോക്ക് മാറ്റി നിർത്തി കഴിയുമ്പോഴാണ് നമുക്ക് ലിക്വിഡ് അസറ്റ് കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ കറണ്ട് അസറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ലിക്വിഡ് അസറ്റിനോടൊപ്പം ആ സ്റ്റോക്കിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് കറണ്ട് അസറ്റ് കിട്ടുമല്ലോ. അപ്പോൾ എത്രയാണ്? 2,40,000. 2,40,000 ആണ് എന്ത് വരുന്നത്? നമ്മളുടെ കറണ്ട് അസറ്റ് വരുന്നത്. കണ്ടോ, മനസ്സിലായല്ലോ. 2 lakh ആണ് കറണ്ട് അസറ്റ്, 2,40,000 ആണ് കറണ്ട് അസറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് നമുക്ക് 2,40,000 നമുക്കിപ്പോൾ കിട്ടി. അത് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1 lakh ആണ്. അത് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ 2,40,000 ബൈ 1 lakh ഇസ് ഈക്വൽ ടു 2.4 ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ റേഷ്യോ ഫോമിൽ എഴുതുമ്പോൾ 2.4:1 ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറണ്ട് റേഷ്യോ നമുക്ക് 2.5 തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോയും തന്നിട്ടുണ്ട് 1.5 തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ 60,000 തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ
നമുക്ക് അറിയാവുന്ന തന്നിരിക്കുന്ന എമൗണ്ട് ഏതാണോ അവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലേ തന്നിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ നോക്കുക, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഇസ് ഈക്വൽ ടു 60,000. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 60,000 കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.5 അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? കറണ്ട് റേഷ്യോ 2.5 എന്ന് പറഞ്ഞാൽ 2.5:1 ആണല്ലേ. അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ഫോമിൽ എഴുതുന്നത്. അതായത് 2.5 എന്ന് പറയുന്നത് കറണ്ട് അസറ്റും 1 എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സോ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി കണ്ടോ, അതായത് 2.5 മൈനസ് കറണ്ട് ലയബിലിറ്റി 1 വിച്ച് ഇസ് ഈക്വൽ ടു 1.5 കിട്ടും. ഈ 1.5 ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1.5 ഇസ് ഈക്വൽ ടു 60,000. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ ഇതാണ്, 1.5 ആണ്. ഇത്രയും നമുക്ക് എത്തിക്കാൻ പറ്റും. ഇനി ബാക്കി നമ്മൾ എങ്ങനെയാണ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കിനി കണ്ടുപിടിക്കണം അല്ലേ. അതായത് 1.5 ആണ് 60,000 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എമൗണ്ട് ഗിവൺ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ റേഷ്യോ, ആ തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ റേഷ്യോ ഇൻറ്റു റേഷ്യോ ഓഫ് ദ എമൗണ്ട് ടു ബി ഫൈൻഡ് ഔട്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എമൗണ്ട് ഏതാണോ അതിൻ്റെ റേഷ്യോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ എമൗണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരേ എമൗണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലേ, 60,000. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്, 1.5 എന്ന് പറയുന്നത് ആണല്ലോ. ഇൻറ്റു ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ആണല്ലോ, കറണ്ട് ലയബിലിറ്റി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 60,000 ബൈ 1.5 ഇൻറ്റു ആ ഏത് എമൗണ്ട് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റേഷ്യോ, അപ്പോൾ ഇൻറ്റു 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40,000. അപ്പോൾ 40,000 ആണ് എന്ത് വരുന്നത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി കറണ്ട് അസറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ, കറണ്ട് അസറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമുക്ക് 40,000 ലയബിലിറ്റി കിട്ടി. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഷ്യോ 1 ആണ്. ഇനി ഏതാ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിൻ്റെ റേഷ്യോ എത്രയാണ്? 2.5 അല്ലേ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 lakh. 1 lakh നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. തന്നിരിക്കുന്ന എമൗണ്ടിനെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എമൗണ്ട് ഗിവൺ ഡിവൈഡഡ് ബൈ ആ തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ റേഷ്യോ ഇൻറ്റു നമുക്കിനി ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ എമൗണ്ടിൻ്റെ റേഷ്യോ എന്താണ് അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോമിൽ ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്യാം കേട്ടല്ലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് 60,000 ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കറണ്ട് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളിൽ നിന്ന്, അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലിക്വിഡ് റേഷ്യോയും കറണ്ട് റേഷ്യോയുടെയും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരുപാട് റേഷ്യോസ് ഇതിൽ പഠിക്കാനുണ്ട്. എല്ലാ റേഷ്യോസും അത് നമ്മളുടെ ഇപ്പോൾ കോളേജ് വൈസ് അങ്ങനെ നമ്മൾ എക്സാമിനാണ് നമുക്ക് ഫുൾ റേഷ്യോ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാ റേഷ്യോസും അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ എക്സാം ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് ഈ ലിക്വിഡ് റേഷ്യോ, കറണ്ട് റേഷ്യോ പോലത്തുള്ള കാൽക്കുലേഷൻസും പിന്നെ കുറച്ച് ലിക്വിഡ് റേഷ്യോയുടെ അകത്ത് വരുന്നത് ഏതൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.